തുലാം, വൃശ്ചികം, ധനു എന്നീ രാശിക്കാർക്ക് ഈ 22 ജൂൺ മാസം 22 മുതൽ 28 വരെയുള്ള ഫലത്തെ നമുക്ക് എങ്ങനെയുണ്ട് എന്ന് നോക്കാം. ഇതിൻ്റെ ബേസ് അടിസ്ഥാനത്തിൽ ഭാവി ക്രിയേറ്റ് ചെയ്ത് കൊണ്ടുപോകേണ്ടത് അത്യാവശ്യമാണ്. ശനി ഭഗവാന്റെ സ്ഥിതി ഋണരോഗ ശത്രുഭാവമായ 6-ാം ഭാവത്തിലായതുകൊണ്ട് തന്നെ ആരോഗ്യപരമായ കാര്യത്തിൽ എന്തായാലും നിങ്ങൾക്കൊരു നല്ല ഫലത്തെ ഉണ്ടാകും. കാര്യം വ്യാഴത്തിൻ്റെ ദൃഷ്ടി ആ ഒരു ഭാവത്തിലേക്ക് പതിയുന്നതുകൊണ്ട് 100% നിങ്ങൾക്ക് ആരോഗ്യപരമായ രീതിയിലൊരു മുന്നേറ്റമൊക്കെ വരുന്ന സാഹചര്യമാണ്. ഇതുവരെ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അതൊക്കെ മാറി വരുന്ന സാഹചര്യം, അത് മാറ്റത്തിൻ്റെ തുടക്കങ്ങൾ ആയി കിട്ടുന്ന സമയമാണ്. അകാരണമായ ടെൻഷനുകൾ ഉണ്ടാക്കുന്ന കാര്യങ്ങളുമായിട്ട് നിങ്ങൾ ചിന്തിക്കാതിരിക്കുക. നിങ്ങൾ അതുമായിട്ട് മുന്നിലേക്ക് പോകാതിരിക്കുക. കാരണം അകാരണമായ ടെൻഷൻ, ആവശ്യമില്ലാത്ത കാര്യങ്ങളെക്കുറിച്ച് ചിന്തിച്ച് വറീഡായി അത് മനസ്സിനെ ബാധിക്കപ്പെട്ടു കഴിഞ്ഞാൽ പിന്നീട് ഈ പറയുന്ന ശനി ഭഗവാൻ തരുന്ന പ്രശ്നം നല്ലത് നിങ്ങൾക്ക് അനുഭവിക്കാനായിട്ട് കഴിയില്ല. അതുകൊണ്ട് തന്നെ ആവശ്യമില്ലാത്ത പ്രശ്നങ്ങളൊന്നും പോയി ചാടാതെ ഇരിക്കണമെന്നും കൂടി പറയുന്നു. എന്നിരുന്നാലും വളരെ പെട്ടെന്നുള്ള ചില സാമ്പത്തിക നേട്ടങ്ങളൊക്കെ വരാനുള്ള ഒരു കാലഘട്ടമാണ്. ചിലപ്പോൾ ചിലർക്ക് ഭൂമി സംബന്ധപ്പെട്ട കാര്യങ്ങളാവാം, അല്ലെങ്കിൽ മറ്റെവിടുന്നെങ്കിലും കിട്ടാനുള്ള കാശ് കുറച്ചെങ്കിലും കിട്ടുന്ന ഒരു സാഹചര്യം ഉണ്ടാവാം, അല്ലെങ്കിൽ കോർട്ട് കേസ്, വഴക്കുകൾ, വമ്പ് പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ തന്നെ മാറി കിട്ടുന്ന ഒരു സാഹചര്യങ്ങൾ, ഇങ്ങനെ ഏതെങ്കിലും വഴിക്ക് പെട്ടെന്നൊരു ഭാഗ്യം നിങ്ങളെ തേടി എത്തുന്ന ഒരു സാഹചര്യമുണ്ട്. 22-നും 28-നും ഇടയ്ക്ക് ആ ഒരു പ്രോസസ്സിലേക്കുള്ള സ്റ്റാർട്ടപ്പ് പോയിന്റ് അവിടെ ആക്ടിവേറ്റ് ആവും. എന്നാൽ ചൊവ്വയുടേതായ ഒരു കാരകത്വം കൂടി കണക്കിലെടുക്കുന്ന സമയത്ത് നമുക്ക് പ്രശ്നങ്ങൾ ഉണ്ടാക്കി തരുന്ന ഒരു സാഹചര്യമുണ്ട്. അതുപോലെ വണ്ടി വാഹനങ്ങളൊക്കെ ഉപയോഗിക്കുമ്പോൾ വളരെയധികം ജാഗ്രത കൂടി പുലർത്തണമെന്ന് പറയുന്നത്. അത് 22-നും 28-നും ഇടയ്ക്കെന്നല്ല, തുടർന്നുള്ള സമയങ്ങളിൽ. അതുപോലെ മറ്റൊരു കാര്യം, ബന്ധുക്കളുമായിട്ട് കലഹിക്കാനോ ഒന്നും പോകേണ്ട ഒരു സാഹചര്യങ്ങൾ ഇവിടെ ക്രിയേറ്റ് ചെയ്യരുത്. അഥവാ നിങ്ങൾക്ക് മേൽ എന്തെങ്കിലും ഒരു ഇതായിട്ട് വന്നാൽ തന്നെ വാക്ക് തർക്കങ്ങൾക്കൊന്നും പോകാതിരിക്കണം. കാരണം അത് വലിയ രീതിയിലുള്ള ഒരു അനിഷ്ട സംഭവങ്ങളുടേതായ തുടക്കങ്ങളായി മാറും. അതിൻ്റേതായ കാരണം വെച്ചാൽ ചൊവ്വയുടേതായ ഭാവം അക്രമകാരകത്വം ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളെപ്പോഴും ജാഗ്രതാപൂർവ്വം അത് കൈകാര്യം ചെയ്യണം. സ്വന്തം വീട്ടിലിരിക്കുന്ന ഇത് ഗ്രഹം ചൊവ്വ ഇപ്പോൾ ഇടവൻ രാശിയിലേക്ക് മാറുന്ന ഒരു സാഹചര്യമുണ്ട്. അപ്പോൾ അങ്ങനെയെങ്കിൽ നമ്മൾ വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു സമയമായിട്ടായിരിക്കും വരിക. അഷ്ടമഭാവത്തിലായിരിക്കും വരിക. അത് സൂക്ഷിക്കണം. തൊഴിൽപരമായ രീതിയിൽ വളരെയധികം മുന്നിലേക്ക് സഞ്ചരിക്കാനായിട്ട് നിങ്ങളുടെ മനസ്സ് നല്ല പ്രേരണ നൽകുകയും കുറച്ചുകൂടി അപ്ഗ്രേഡ് ആവാനായിട്ട് പരിശ്രമിക്കുകയും ചെയ്യും. അതുകൊണ്ട് മേലധികാരികളുടേതായ അപ്രിസിയേഷനൊക്കെ പാത്രമാകുന്ന ഒരു സമയം ആണ്. വളരെയധികം ജാഗ്രതാപൂർവ്വം കൈകാര്യം ചെയ്യുക. വായ്ക്ക് എതിർവ വയ്ക്കുന്നത് ഒരല്പം സൂക്ഷിച്ച് വേണം. വിദേശ പഠനത്തിനൊക്കെ ആഗ്രഹിച്ചിരുന്നവർക്ക് ഈ 22-ാം ശേഷം വരുന്ന കാലഘട്ടങ്ങൾ വളരെയധികം നല്ല ഫലത്തെയാണ് പ്രാപ്തമാക്കുന്നത്. അനുകൂലമായ രീതിയിൽ കുടുംബ പരദേവതകളൊക്കെ പ്രാർത്ഥിച്ച് മുന്നിലേക്ക് പോകണം. തീർച്ചയായിട്ടും അത്തരം സാഹചര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ട്. അതുപോലെ നല്ല സ്കൂളുകളിലൊക്കെ അഡ്മിഷനൊക്കെ ശ്രമിച്ചവർക്ക്, അല്ലെങ്കിൽ അംഗീകാരത്തിന് വേണ്ടിയിട്ടൊക്കെ ശ്രമിച്ചവർക്കൊക്കെ അല്പം നല്ല ഫലത്തെയാണ് പ്രദാനം ചെയ്യുക. നമ്മൾ കൊടുക്കുന്ന എഫർട്ട് എന്തായാലും പ്രയോജനം ഉണ്ടെന്ന് തന്നെയാണ് ഈ പറയുന്ന 22-ാം 28-ാം ഇടയ്ക്കുള്ള കാലഘട്ടം ഈ രാശിക്കാർക്ക് വേണ്ടിയിട്ട് പറയുന്നത്. അങ്ങനെയെങ്കിൽ ശുഭകരമായ ഒരു കാലഘട്ടം ആരംഭമാകുന്നു. അതിനെ നിങ്ങൾ പരിശ്രമത്തിലൂടെ കൊണ്ട് മുന്നിലേക്ക് പോകാൻ ശ്രമിക്കുക. വൃശ്ചികം രാശിക്കാർക്ക് വളരെയധികം നല്ലത് ഉണ്ടെങ്കിൽ തന്നെയും ഒരല്പം ജാഗ്രതാപൂർവ്വം സ്വന്തമായ ബുദ്ധി, വിവേകം, അറിവ് എന്നിവ പ്രയോജനപ്പെടുത്തിക്കൊണ്ട് പോകേണ്ട ഒരു സമയമാണ്. കാരണം സർപ്പത്തിൻ്റെതായ സ്ഥിതി, രാഹുവിൻ്റെതായ സ്ഥിതി ഒരു 4-ാം ഭാവത്തിലൊക്കെ ആയതുകൊണ്ട് തന്നെ വളരെയധികം ജാഗ്രതാപൂർവ്വം കൈകാര്യം ചെയ്യുന്നു. സുഹൃത്തുക്കൾക്കിടയിലൊക്കെ നമ്മൾ ഇടപെടുമ്പോൾ വളരെയധികം സൂക്ഷിക്കണം. നിങ്ങളുടെ തൊഴിൽ ഇടങ്ങളിൽ ഏതെങ്കിലും ഒരു വ്യക്തിയുടേതായ ഇടപെടൽ ഉണ്ടാവുകയും അത് നിങ്ങൾക്ക് മാനസികമായ സംഘർഷത്തിനും തൊഴിൽപരമായ രീതിയിൽ ബുദ്ധിമുട്ടുകളെ സൃഷ്ടിക്കുന്ന സാഹചര്യങ്ങളൊക്കെ ഉണ്ട്. അതുകൊണ്ട് തന്നെ സുഹൃത്തുക്കളുമായി, തൊഴിലിടങ്ങളിലൊക്കെയുള്ള സുഹൃത്തുക്കളുമായി വളരെയധികം ജാഗ്രതാപൂർവ്വം ഇടപെട്ട് പോകണം. കാരണം പ്രായമുള്ള ഒരു വ്യക്തിയാണെങ്കിലും പ്രായം കുറഞ്ഞ വ്യക്തികളുമായിട്ട് ചേർന്ന് തർക്കത്തിലേക്ക് ഏർപ്പെടുന്ന ഒരു സാഹചര്യമുണ്ട്. എന്നിരുന്നാലും 22-ാം ശേഷം സാമ്പത്തികപരമായ രീതിയിൽ ചില ബുദ്ധിമുട്ടുകളൊക്കെ വരുന്ന ചില സാഹചര്യങ്ങളൊക്കെ ഉണ്ട്. അതായത് വരവ്, ശമ്പളത്തിൻ്റെതായ സ്രോതസ്സിലൊക്കെ ഒരു തടസ്സമൊക്കെ വരുന്ന സാഹചര്യങ്ങളൊക്കെ ഉണ്ട്. കിട്ടാനുള്ള പണം കിട്ടാതിരിക്കാനുള്ള സാധ്യതകളൊക്കെയും ഇവിടെ വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ വളരെ ജാഗ്രതാപൂർവ്വം കാര്യങ്ങൾ കൈകാര്യം ചെയ്യണം. ഇല്ലെങ്കിൽ സമ്പത്തുപരമായ രീതിയിൽ വളരെയധികം ബുദ്ധിമുട്ട് അനുഭവിക്കേണ്ട ഒരു സാഹചര്യം വരും. അതുകൊണ്ട് എന്തെങ്കിലുമൊക്കെ നിക്ഷേപങ്ങളോ അല്ലെങ്കിൽ ആർക്കെങ്കിലുമൊക്കെ കാശൊക്കെ കൊടുക്കണം എന്ന ആഗ്രഹങ്ങളൊക്കെ ഉണ്ടോ, അല്ലെങ്കിൽ ചെയ്യാനൊക്കെ കൊടുക്കാനുണ്ട് എന്നൊക്കെയുണ്ടെങ്കിൽ കുടുംബങ്ങളുമായിട്ടൊക്കെ ആലോചിച്ചിട്ട് അതായത് വീട്ടിലെ ഭാര്യ ഭർത്താവൊക്കെ ആണെങ്കിൽ എല്ലാവരും തുല്യമായി ആലോചിച്ചതിന് ശേഷം മാത്രം ഒരു തീരുമാനം എടുക്കുക. അല്ലാതെ കയ്യിലിരിക്കുന്ന കാശ് പുറത്തേക്ക് പോയാൽ ഇനി നിങ്ങൾക്കത് തിരിച്ചു കിട്ടാത്ത ഒരു സാഹചര്യം ക്രിയേറ്റ് ചെയ്യപ്പെടുന്നു. അതുപോലെ തന്നെ നിങ്ങളുടേതായ സ്വകാര്യമായ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളൊക്കെ ഉണ്ട്, അല്ലെങ്കിൽ മറ്റാർക്കെങ്കിലും അറിയുമെങ്കിൽ അത് സുഹൃത്തുക്കളുമായിട്ടുള്ള എന്തെങ്കിലും തർക്കങ്ങളോ പ്രശ്നങ്ങളോ വരികയാണെങ്കിൽ അത് ഓട്ടോമാറ്റിക്കലി അത് ഔട്ടിലേക്ക് വരുന്ന ഒരു സാഹചര്യമുണ്ട്. അതായത് നിങ്ങൾ മറച്ചു വെച്ച, പൂഴ്ത്തി വെച്ച രഹസ്യം പുറത്തു വരുന്ന ഒരു സമയം ആഗതമാകും. അതുകൊണ്ട് ഒരല്പം ജാഗ്രതാപൂർവ്വം കരുതലോടെ ഇരിക്കുക. ഏത് നിമിഷവും നിങ്ങൾക്ക് എന്ത് വിധത്തിലുള്ള പ്രശ്നങ്ങളും വന്നെത്താവുന്ന ഒരു ചിന്താഗതി കൂടെ ഈ ഒരു സമയം ചൊവ്വ എന്തായാലും കൃത്യമായിട്ട് അത്തരം പ്രോസസ്സുകൾ നടത്തിയിരിക്കും.
അതുകൊണ്ട് എന്തെങ്കിലുമൊക്കെ തുറന്നു പറച്ചിലുകൾ ഭാര്യയോടോ മറ്റുള്ളവരോടോ ഒക്കെ തുറന്നു പറച്ചിലുകൾ നടത്താനുണ്ടെങ്കിൽ അതൊക്കെ നേരത്തെ തന്നെ മുൻകൂട്ടി കണ്ട് ഇന്ന പ്രശ്നം വരാനുള്ള സാധ്യതകളുണ്ട് എന്ന് കണ്ട് തുറന്നു പറയുന്നതൊക്കെയും വളരെയധികം നല്ല ഫലത്തെ പ്രദാനം ചെയ്യും. തൊഴിൽപരമായ കാര്യത്തില് വളരെയധികം അനുകൂലമായി നിൽക്കുന്ന ഒരു സാഹചര്യമാണ്. അതുകൊണ്ട് തന്നെ മറ്റൊരാളെ ശത്രുവായിട്ട് കണ്ട് മുന്നിലേക്ക് പോകേണ്ട ഒരു സാഹചര്യം ഇവിടെ ക്രിയേറ്റ് ചെയ്യുന്നത്. അഥവാ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ തന്നെയും മൗനം പാലിച്ച് പോകുന്നതായിരിക്കും നല്ലത്. അങ്ങനെയെങ്കിൽ തൊഴിൽപരമായ രീതിയിൽ മുന്നേറ്റങ്ങളിൽ ഉള്ള പാത തെളിയുന്ന സമയമാണ്. നിങ്ങളുടെ അധ്വാനം എത്രത്തോളം കൊടുക്കുന്നോ അതിൻ്റേതായ എഫർട്ട് അതിൻ്റേതായ രീതിക്കുള്ള ഫലം വന്നു ചേരുന്ന ഒരു കാലഘട്ടം 22-ാം തീയതിക്ക് ശേഷം ഉണ്ട്. തീർച്ചയായിട്ടും നേരത്തെ പറഞ്ഞ ഫസ്റ്റായിട്ട് പറഞ്ഞ ആ ഒരു ശത്രുതാ മനോഭാവത്തെ ക്രിയേറ്റ് ചെയ്യപ്പെടുന്നിടത്ത് അതൊക്കെ ബോധപൂർവം തന്നെ അവഗണിച്ച് പോകേണ്ട ഒരു സാഹചര്യം നിങ്ങൾ തന്നെയാണ് നോക്കേണ്ടത്. പൊതുവായിട്ട് പറയുകയാണെങ്കില് അനാവശ്യമായ കാട് കയറുന്ന ചിന്താഗതികൾ നിങ്ങൾക്ക് വേണ്ട. വൃശ്ചികം രാശിക്കാർക്ക് ഞാനാണ് ശരി എന്ന ഒരു ചിന്താഗതിയൊക്കെ ഉള്ള വ്യക്തികളാണ്. പക്ഷെ അങ്ങനെ അനാവശ്യമായി ആ ഒരു ചിന്താഗതികളിലൂടെ മൈഗ്രേറ്റ് ചെയ്ത് മനസ്സിനെ കൊണ്ടുപോകരുത്. അത് നിങ്ങളുടെ തോൽവിക്ക് നിങ്ങൾ തന്നെ കാരണമാകും. എപ്പോഴും അങ്ങനെയാണ് ഒരു പ്രോസസ്സിലേക്ക് വരുന്നത്. അതുകൊണ്ട് ഈ ഒരു സമയം ജാഗ്രതാപൂർവ്വം കൈകാര്യം ചെയ്ത് പോയാലേ പറ്റുള്ളൂ. കാരണം യുദ്ധത്തിൻ്റെതായ സാഹചര്യങ്ങളൊക്കെ നിലനിൽക്കുന്നത് കൊണ്ട് തന്നെ ഇവിടെ പലർക്കും ജോലികൾ നഷ്ടപ്പെട്ടവർ ധാരാളമുണ്ട്. അതുകൊണ്ട് നിങ്ങൾക്കും അത്തരം പ്രോസസ്സുകൾ വരാതിരിക്കാനുള്ള സാധ്യതകൾ ക്രിയേറ്റ് ചെയ്യുക. അനാവശ്യമായ വാക്കുതർക്കങ്ങളൊക്കെ ഒഴിവാക്കുക. 22-ാം തീയതിക്ക് ശേഷം ശുഭകരമായ കാലഘട്ടങ്ങൾ ആരംഭമാക്കുകയാണ് വേണ്ടത്. അതിനായിട്ട് പരിശ്രമിക്കേണ്ടത് നിങ്ങൾ തന്നെയാണ്. ധനുരാശിക്കാർക്ക് ഈ ജൂൺ മാസം 22-ാം തീയതിക്കും 28-ാം തീയതിക്കും ഇടയ്ക്ക് വളരെയധികം നല്ല ഫലങ്ങളൊക്കെ പ്രതീക്ഷയ്ക്ക് വകയുണ്ടെന്നാണ് പറയുന്നത്. അതായത് അതിന്റെ സ്റ്റാർട്ടപ്പ് പോയിന്റാണ്. ചില കാര്യങ്ങൾ തിരിച്ചറിഞ്ഞു പോകേണ്ട ഒരു സമയമാണ്. കാരണം എന്താ വെച്ചാൽ ശനി ഭഗവാന്റേതായ സ്ഥിതി 4-ാം ഭാവത്തിലായതുകൊണ്ട് തന്നെ വ്യാഴത്തിന്റെ രാശിയായ മീനം രാശിക്കുള്ളിൽ സ്ഥിതി ചെയ്യുന്നത് കൊണ്ട് തന്നെ നിങ്ങൾക്ക് നിങ്ങളിൽ നിന്നും തൊഴിൽപരമായ രീതിയിലും കുടുംബപരമായ രീതിയിലും മറ്റുള്ളവർ പല രീതിയിലുള്ള എക്സ്പെക്റ്റേഷൻ അതായത് പ്രതീക്ഷകൾ വച്ചിരിക്കും. നിങ്ങളിൽ നിന്നും ചില കാര്യങ്ങളെ പ്രതീക്ഷിക്കുന്ന സാഹചര്യങ്ങൾ ഉണ്ട്. അങ്ങനെയെങ്കിൽ അതിനായിട്ട് പരിശ്രമിക്കേണ്ട കാലം കൂടി ആയിരിക്കുന്നു. ഇതുകൊണ്ട് നിങ്ങൾക്കുണ്ടാകുന്ന കാര്യം അധികമായ സമ്മർദ്ദം നിങ്ങൾക്ക് മേൽ വന്നെത്തും. അത് നടക്കുന്നില്ല, ഇത് നടക്കുന്നില്ല, അവിടെ ആവശ്യമുണ്ട്, ഇവിടെ ആവശ്യമുണ്ട്, അത് ആ പേപ്പർ കിട്ടിയില്ല, ഈ പേപ്പർ കിട്ടിയില്ല, ഇങ്ങനെയൊക്കെ പറയുന്ന ഒരു സാഹചര്യം. ഇതുകൊണ്ട് നിങ്ങൾക്ക് അനാവശ്യമായ ടെൻഷൻ തരുന്ന ഒരു സാഹചര്യമുണ്ട്. ആ സമ്മർദ്ദത്തെ കുറയ്ക്കണം. ഈ സമയം മുതൽ അത് സ്റ്റാർട്ടപ്പിലാണ്. അനാവശ്യമായ രീതിയിൽ പണം നിക്ഷേപങ്ങൾ നടത്തുന്ന ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ അത് പരിപൂർണമായിട്ടും ഒഴിവാക്കുക. കാരണം നമുക്ക് അതൊക്കെ നേരത്തെ കിട്ടിയിട്ടുണ്ട് എന്നുള്ളതുകൊണ്ട് ഈ സമയത്ത് ആ പ്രോസസ്സുകൾ നടത്തുക. കാരണം ഈ സമയം നമുക്ക് പരാജയത്തിൻ്റെതായ പണം സംബന്ധപ്പെട്ട രീതിയിൽ വലിയ ഷോർട്ടേജ് വരുന്ന ഒരു സമയമാണ്. കാരണം വ്യാഴത്തിൻ്റെ സ്വന്തം വീടാണെങ്കിലും വ്യാഴത്തിൻ്റെ ദൃഷ്ടി ആ ഒരു ഭാവത്തിലേക്ക് ഇല്ല. കുടുംബപരമായിട്ടുള്ള ഒരു അന്തരീക്ഷമാണ് നല്ല രീതിക്ക് കൊണ്ടുവരേണ്ടത്. കുടുംബത്തോടൊപ്പം വളരെയധികം സന്തോഷകരമായിട്ട് ഇരിക്കാനായിട്ട് നിങ്ങൾ പരിശ്രമിക്കുക. അത് വളരെയധികം നല്ലൊരു ഫലത്തെ പ്രദാനം ചെയ്യും. കാരണം അവരോടൊപ്പം പുറത്തേക്കൊക്കെ പോവുക, പുറത്ത് പോയി ഭക്ഷണം കഴിക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ഒരു സാഹചര്യം. സന്തോഷത്തെ കുടുംബത്തിനുള്ളിലേക്ക് കൊണ്ടുവരേണ്ടത് നിങ്ങളുടെ ഉത്തരവാദിത്വമെന്ന് ഇവിടെ ഓർമ്മപ്പെടുത്തുകയാണ്. സർപ്പം രാഹു 3-ാം ഭാവത്തിലേക്ക് നിൽക്കുന്നതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് തൊഴിൽപരമായ രീതിയിൽ എന്തെങ്കിലുമൊക്കെ ഒരു ഉയർച്ച വരുന്ന സാഹചര്യം ഇവിടെ ഉണ്ട്. അതുകൊണ്ട് തന്നെ അപ്ഗ്രേഡ് ചെയ്യാനൊക്കെ ആഗ്രഹിച്ചിരുന്നവർക്ക് അതിൻ്റെതായ ഒരു സാഹചര്യം തുറക്കപ്പെടുന്നു. അതായത് ഈ 22-നും 28-നും ആ ഒരു ദിവസത്തിനുള്ളിൽ തന്നെ ലഭിക്കണമെന്നില്ല. അതിൻ്റെ പ്രോസസ്സുകൾ നടന്നു കിട്ടും. ശമ്പള വർധനകളൊക്കെ കിട്ടും. ഇൻക്രിമെൻ്റ് ഒക്കെ കിട്ടുന്ന ഒരു സാഹചര്യത്തിൻ്റെതായ പേപ്പർ വർക്കുകളൊക്കെ നടന്നു കിട്ടുന്ന സമയമാണ്. 100% അതിനായിട്ട് കൂടി പരിശ്രമിക്കുക. കാര്യം മറ്റുള്ളവരെ കൂടി ഒപ്പം കൂട്ടി നിർത്തി നിങ്ങളുടേതായ പരിശ്രമങ്ങളെ കൊണ്ടുവരിക. എന്തായാലും തീർച്ചയായിട്ടും ചിലർക്കെങ്കിലും ആ ഒരു പ്രോസസ്സ് കിട്ടും. അതിൻ്റെതായ മേലധികാരികൾ തന്നെ നിങ്ങളെ സമീപിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. നിങ്ങൾക്ക് പ്രൊമോഷൻ്റെതായ സാധ്യതകളുണ്ട്, പേപ്പർ അയച്ചിട്ടുണ്ടെന്നൊക്കെ പറയുന്ന സാഹചര്യങ്ങൾ. അതൊക്കെ മനസ്സിന് വല്ലാത്ത രീതിയിലുള്ള സന്തോഷത്തെ പ്രദാനം ചെയ്യും. ഇൻഫർമേഷൻ ടെക്നോളജിയിലൊക്കെ ജോലി ചെയ്യുന്ന വ്യക്തികൾക്കൊക്കെ വളരെയധികം നല്ല ഒരു ഫലം തന്നെയാണ്. കാരണം അത്തരത്തില് യൂണിറ്റിയിൽ വർക്ക് ചെയ്യുന്നവർക്ക് എന്തായാലും ഒരു പ്രൊമോഷനോ ശമ്പള വർധനവോ എന്തായാലും ഉണ്ടാകും. പൊതുവിൽ നിങ്ങൾ അംഗീകരിക്കപ്പെടുന്ന ഒരു കാലഘട്ടം ആണ്. അതായത് മേലധികാരികളാണെങ്കിൽ ശരി, കുടുംബപരമായി ഒരു അംഗീകാരം ലഭിക്കുന്ന ഒരു കാലഘട്ടമാണ്. എടുത്തുചാട്ടം, വേഗത, വെപ്രാളം അത്തരം കാര്യങ്ങളുമുണ്ട്. ഇടതുവശവും വലതുവശവും എപ്പോഴും തുല്യം തന്നെയാണ്. പക്ഷേ നിങ്ങളുടേതായ സംരക്ഷണം നിങ്ങളുടെ കയ്യിൽ തന്നെയാണ്. അതാണ് എപ്പോഴും സൂക്ഷിക്കേണ്ടത്. ധനുസ് എന്നാൽ വില്ല് എന്നാണ് അർത്ഥം. അപ്പോൾ അത് നമ്മുടെ കയ്യിൽ പിടിക്കുന്ന പോയിന്റ് എന്താണോ അതാണ്. അതിൻ്റെതായ ഇടവും വലവും നിങ്ങളുടെ കയ്യിൽ തന്നെയാണ്. അത് എവിടെയാണ് അസ്ത്രം അയക്കേണ്ടതെന്ന് നിങ്ങൾക്ക് തീർച്ചയായിട്ടും അറിയാം. ലക്ഷ്യബോധമുള്ള ഒരു സഞ്ചാരിയായിട്ട് മുന്നിലേക്ക് പോകണമെന്ന് ഓർമ്മപ്പെടുത്തുന്ന ഒരു കാലഘട്ടം 22-നും 28-നും ഇടയ്ക്ക് സന്തോഷകരമായിട്ട് ആ ഒരു കാലഘട്ടം നിങ്ങൾക്ക് വരുന്നു. ശ്രദ്ധാപൂർവം കാര്യങ്ങളെ കൈകാര്യം ചെയ്യുക. കാരണം വ്യാഴത്തിൻ്റെ വീടാണെങ്കിലും വ്യാഴത്തിൻ്റെ ദൃഷ്ടി അവിടെയില്ല. എന്നിരുന്നാലും ചൊവ്വയുടേതായ ആധിപത്യം ഈ 19-ാം തീയതിക്ക് ചൊവ്വ രാശി മാറുന്ന ഒരു സമയമാണ്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് പ്രോസസ്സുകളിൽ തർക്കങ്ങളും വഴക്കുകളൊക്കെ ഉണ്ടാകുന്ന സാഹചര്യം ക്രിയേറ്റ് ചെയ്യപ്പെടും. മൗനം പാലിച്ച് പോകേണ്ട ഒരു ചുമതല. ചിരിക്കാനായിട്ട് പഠിക്കുക. മൗനം പാലിച്ച് ചിരിക്കാനായിട്ട് പഠിക്കുക. അത് നിങ്ങൾക്ക്
പ്രശ്നങ്ങളിൽ നിന്ന് വിടുതൽ വരും. കാര്യം സ്വന്തം വിജയമാണ് വലുതെന്ന രീതിക്ക് മുന്നിലേക്ക് സഞ്ചരിക്കുക. ശുഭം.